ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ മേഘയും മനോഹരനും കൂടിയിട്ട് ചന്ദ്രികയുടെ സിദ്ധുവിൻ്റെയും കണ്ടിട്ട് ഓൺലൈൻ ബിസിനസ് ആരംഭിച്ചിരിക്കുകയാണ്. അതാണെങ്കിൽ പഴയ തുണികളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടാണ് അവർ ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതൊന്നും അറിയാത്ത കസ്റ്റമേഴ്സ് വന്നിട്ട് അവർക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ 18,000 രൂപയുടെ കച്ചവടം നടന്നിട്ടാണുള്ളത്. ആ ഒരു സന്തോഷം മനോഹരനുമായിട്ട് പങ്കുവെക്കുകയാണ് മേഘ. മാമ, നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ ഓൺലൈൻ ബിസിനസ് ഒരു ദിവസം കൊണ്ട് തന്നെ 18,000 രൂപയോളം കിട്ടിയിരിക്കുന്നു. അത് കേട്ടപ്പോൾ മനോഹരനാണെങ്കിൽ അന്താളിച്ചു പോവാണ്. 18,000 രൂപയോ? വെറും 50 രൂപ കൊടുത്തിട്ടല്ലേ നമ്മൾ ഓരോരോ ഐറ്റംസും വാങ്ങിച്ചത്, എന്നിട്ട് ഇത്രയധികം ലാഭം കിട്ടിയോ എന്നൊക്കെ അതിശയത്തോടെ അയാൾ ചോദിക്കുകയാണ്. എന്തായാലും മേഘ, പഴയ ഡ്രസ്സ് 50 രൂപ കൊടുത്ത് വാങ്ങി 18,000 രൂപയുടെ കച്ചവടം നടത്താൻ ഈ ലോകത്തിൽ നിന്നെക്കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ മേഘ. മനോഹരൻ്റെ പുകഴ്ത്തൽ കേട്ടപ്പോൾ മേഘയ്ക്ക് വല്ലാത്ത സന്തോഷമാവുകയാണ്. മേഘ, ഇതുപോലെ ദിവസവും നമ്മൾ പോയിട്ട് കച്ചവടം നടത്തുകയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് വലിയ കോടീശ്വരരാവാം അല്ലേ ചേച്ചി? അത് കേട്ടപ്പോൾ തന്നെ മുത്തശ്ശി ദേഷ്യത്തോടെ തലതാഴ്ത്തിയിരിക്കുകയാണ്. അപ്പോൾ മേഘ പറയുന്നുണ്ട് മനോഹരനോട്, നിങ്ങൾ പോയി എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തവർക്ക് ഡ്രസ്സുകൾ കൊറിയർ ചെയ്തിട്ട് വാ. ആ ശരി മേഘ, ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം, നീ ഇതൊന്നും ആലോചിച്ച് ടെൻഷൻ ആവേണ്ട. പിന്നെ വേറൊരു കാര്യം കൂടി, നാളെ ഒന്നുകൂടി പർച്ചേസിന് പോകണം. എന്നിട്ട് ഇതുപോലുള്ള പഴയ തുണികൾ ആരൊക്കെ എവിടെ നിന്നാണ് വിൽക്കുന്നതെന്ന് വെച്ചാൽ അതൊക്കെ പോയിട്ട് വാങ്ങിയിട്ട് വരണം. ശരി മേഘ. മനോഹരൻ്റെ സന്തോഷം കണ്ടപ്പോൾ മുത്തശ്ശിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് ഇവരുടെ രണ്ടുപേരുടെയും പറ്റിക്കൽ കാണുമ്പോൾ. അപ്പോൾ മേഘ മനോഹരനോട് സന്തോഷത്തോടെ പറയാണ്, അങ്ങനെ ഇനിയും ഡ്രസ്സുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഓൺലൈനിൽ പുതിയ ഡ്രസ്സുകളാണെന്നും പറഞ്ഞിട്ട് നല്ല പൈസയ്ക്ക് വിൽക്കാം. അത് നല്ലൊരു ഐഡിയ തന്നെയാണ് മേഘ. ഞാൻ എന്തായാലും ഇപ്പോൾ ഓർഡർ വന്ന ഡ്രസ്സുകളൊക്കെ കൊറിയർ ചെയ്തിട്ട് വേഗം പോയിട്ട് ഇനിയും കുറേ പഴയ ഡ്രസ്സുകൾ വാങ്ങിച്ചിട്ട് വരാം. മേഘയും സന്തോഷത്തോടെ അത് സമ്മതിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി രണ്ടുപേരോടായിട്ട് പറയുന്നുണ്ട്, എന്തോ നിങ്ങൾ രണ്ടുപേരും ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കാശ് കൊണ്ട് നമ്മൾ വാങ്ങി കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ പിടിക്കില്ല. മുത്തശ്ശിയുടെ ഉപദേശം കേട്ടപ്പോൾ തന്നെ രണ്ടുപേർക്കും ദേഷ്യം വരുന്നുണ്ട്. മിണ്ടാതെ നിൽക്കും മുത്തശ്ശി. ജീവിതത്തിൽ ഇതുപോലെ പറ്റിക്കുന്നവനും കള്ളങ്ങൾ ചെയ്യുന്നവരുമാണ് ജീവിതത്തിൽ ഏറ്റവും മുന്നിലേക്ക് വരുന്നത് മേഘ പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാതെ സത്യസന്ധമായിട്ട് ജീവിക്കുന്ന ആളുകളൊക്കെ ജീവിക്കാൻ പ്രാരാബ്ധവും ബുദ്ധിമുട്ടുമായിട്ട് തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാണ്. അവരോട് കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായപ്പോൾ മുത്തശ്ശി പിന്നീട് ഒന്നും മിണ്ടുന്നില്ല. ചേച്ചി, മേഘ പറഞ്ഞത് തന്നെയാണ് ശരി. ഇങ്ങനെയൊക്കെ ജീവിച്ചാലേ ഈ കാലത്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ചേച്ചി ഒന്ന് വായ് പൂട്ടി നിൽക്കാൻ നോക്ക്. എന്നെ തരം താഴ്ത്തി സംസാരിക്കുന്ന ചന്ദ്രികയുടെ മുന്നിൽ എനിക്ക് വിജയിച്ച് കാണിക്കണം. മേഘ വലിയ ദൃഢനിശ്ചയത്തോടെയാണ് സംസാരിക്കുന്നത്. മനോഹരൻ അവൾക്കൊപ്പം താങ്ങി താങ്ങി സംസാരിക്കുന്നുണ്ട്. ആ മഹേന്ദ്രൻ്റെ ലക്ഷ്മിയുടെ മുന്നിൽ ഞാൻ എൻ്റെ അഭിമാനത്തോടെ ജീവിക്കുന്നത് അവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കും. മേഘയുടെ ശുദ്ധ അസംബന്ധമായിട്ടുള്ള സംസാരം കേട്ടപ്പോൾ തന്നെ മുത്തശ്ശി പറയുന്നുണ്ട്, ഇനിയും ഇവിടെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. പിറ്റേന്ന് ചന്ദ്രിക മുറ്റത്ത് കോലം വരയ്ക്കുകയാണ്. അതേസമയം സിദ്ധാർത്ഥ് അടുത്ത് തന്നെ നിന്നിട്ട് കാറ് കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചന്ദ്രിക ആദ്യം സിദ്ധുവിനെ നോക്കുന്ന സമയത്ത് അവനത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ചന്ദ്രിക പുഞ്ചിരിച്ചുകൊണ്ട് വീണ്ടും അവളുടെ ജോലി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സിദ്ധാർത്ഥാണെങ്കിൽ കാറ് കഴുകുന്നതിനിടയിൽ ചന്ദ്രിക നോക്കുമ്പോൾ അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ ജോലി ചെയ്യാണ്. അവൻ ചിന്തിക്കുന്നുണ്ട്, ചന്ദ്രിക എന്താ എന്നെ തീരെ ഗൗനിക്കുന്നില്ലല്ലോ. ഇത്രയും വലിയൊരു മനുഷ്യൻ ഇവിടെ നിന്ന് കാറ് കഴുകുന്നെന്നുള്ളൊരു മൈൻഡ് പോലും ഇല്ല. എന്ത് പറ്റിയിട്ടുണ്ടാവും? ചന്ദ്രികയ്ക്ക് എൻ്റെ മേൽ തീരെ ഇഷ്ടമേ ഇല്ല. സിദ്ധു ഇങ്ങനെ പരിഭവത്തോടെ ചിന്തിക്കുകയാണ്. അവൻ ചന്ദ്രികയെ നോക്കുമ്പോഴൊന്നും അവളാണെങ്കിൽ അവനെ നോക്കുന്നുമില്ല. പക്ഷെ സിദ്ധു വീണ്ടും തിരിഞ്ഞ് അവൻ്റെ ജോലി ചെയ്യുമ്പോൾ ചന്ദ്രിക അവനറിയാതെ അവനെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സിദ്ധു നോക്കുന്ന സമയത്ത് അവൾ വേഗം പുഞ്ചിരിച്ചുകൊണ്ട് നോട്ടം മാറ്റുകയും ചെയ്യാണ്. സിദ്ധു നോക്കുമ്പോഴാണെങ്കിൽ ചന്ദ്രിക വലിയ ഡിമാൻഡിൽ ഇരുന്നിട്ട് കോലം വരയ്ക്കുകയാണ്. സിദ്ധു അതുകൊണ്ട് തന്നെ നല്ല ദേഷ്യത്തോടു കൂടിയാണ് കാറ് കഴുകുന്നത്. അത് ചന്ദ്രിക ഇടയ്ക്കിടയ്ക്ക് അവനെ നോക്കുമ്പോൾ അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഞാൻ സാറിനെ നോക്കുന്നില്ലെന്ന് കരുതിയിട്ടല്ലേ സാറിങ്ങനെ മുഖം ദേഷ്യത്തോടെ വെച്ച് നിൽക്കുന്നത്. ഏതൊരു പെണ്ണിനും മനസ്സിലുള്ളത് മുഖത്ത് പ്രതിഫലിക്കില്ല. എന്നാൽ നിങ്ങൾ ആണാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അത് നിങ്ങളുടെ മുഖത്ത് പ്രതിഫലിച്ച് കാണും. സാറിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് തുറന്നു പറഞ്ഞൂടെ? ഒരു പെണ്ണിന് അങ്ങോട്ട് വന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കില്ലേ? എന്നെക്കൊണ്ട് എന്തായാലും പറയാൻ സാധിക്കില്ല എന്നൊക്കെ ചന്ദ്രിക ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. പക്ഷേ സിദ്ധു മിററിൽ കൂടി നോക്കുന്ന സമയത്ത് ചന്ദ്രിക അവനെ നോക്കുന്നത് അവൻ കാണുന്നുണ്ടായിരുന്നു. ആഹാ, ഇതെന്താ ചന്ദ്രിക എന്നെ നോക്കി ചിരിക്കുന്നത് പോലെ ഉണ്ടല്ലോ. സിദ്ധു മിററിൽ കൂടെ കണ്ടപ്പോൾ തന്നെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ചന്ദ്രിക ഒന്നും അറിയാത്തതുപോലെ വീണ്ടും കോലം വരയ്ക്കുകയാണ്. സിദ്ധുവിനാകെ കൺഫ്യൂഷൻ ആവുന്നുണ്ട്, തനിക്ക് തോന്നിയതാണോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ സിദ്ധാർത്ഥിൻ്റെ നോട്ടം മാറുമ്പോഴേക്കും ചന്ദ്രിക വീണ്ടും അവനെ തന്നെ നോക്കുവാണ്. അല്ല,
ഇത്ര നേരമായിട്ട് എന്നെ നോക്കിക്കൊണ്ടിരുന്ന ചന്ദ്രിക ഞാൻ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് നോട്ടം മാറ്റുന്നത്? ഇനിയൊരു പക്ഷേ എന്നെ നോക്കാത്തതുപോലെ അഭിനയിക്കുന്നതായിരിക്കുമോ? സിദ്ധു ആകെ കൺഫ്യൂഷനായിട്ട് വീണ്ടും അവൻ്റെ ജോലി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രികയാണെങ്കിൽ സിദ്ധാർത്ഥിനെ നോക്കുന്നത്, താൻ നോക്കുന്ന മിററിൽ കൂടെ കാണുന്നത് അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ സിദ്ധു പെട്ടെന്ന് വീണ്ടും മിററിലേക്ക് നോക്കുന്ന സമയത്ത് ചന്ദ്രിക അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ സിദ്ധു മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഓ, ഞാൻ നോക്കുന്ന സമയത്ത് എന്നെ നോക്കാത്തതായിട്ട് അഭിനയിക്കുകയാണ് അല്ലേ? ഓഹോ, ഇങ്ങനെയുള്ള കളികളൊക്കെ നിനക്ക് അറിയാമോ? എന്നിട്ട് സിദ്ധാർത്ഥ് വേഗം തന്നെ കാറ് കഴുകുന്നതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് ചന്ദ്രികയുടെ മേലേക്ക് തളിക്കുകയാണ്. പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചപ്പോൾ ചന്ദ്രിക ഒന്ന് ഞെട്ടിയിട്ടുണ്ടായിരുന്നു. ഏയ് സാർ, എന്തിനാ എൻ്റെ മേലേക്ക് വെള്ളമാക്കിയത്? ഓഹോ, നിൻ്റെ മേലെ വെള്ളമായോ? അപ്പോഴേക്കും ചന്ദ്രിക വേഗം ഇറങ്ങിയിട്ട് സിദ്ധുവിൻ്റെ അടുത്തേക്ക് വരികയാണ്. ഏയ്, ഞാൻ അറിയാതെ പറ്റിപ്പോയതാ, സിദ്ധു പറയാണ്. അറിയാതെ പറ്റിയതുപോലെ തോന്നുന്നില്ലല്ലോ, ചന്ദ്രിക തിരിച്ചു ചോദിക്കുന്നുണ്ട്. വേണമെന്ന് വെച്ച് ചെയ്തതുപോലെ എനിക്ക് തോന്നുന്നത്. ആ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ കരുതിക്കോ, സിദ്ധുവും വിട്ടുകൊടുക്കുന്നില്ല. എന്താ സർ, എന്തിനാ രാവിലെ തന്നെ ഞാനുമായിട്ട് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? അല്ലാതെ പിന്നെ ഞാൻ നോക്കുന്ന സമയത്ത് എന്നെ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നിനക്കെന്തോ കുറവ് സംഭവിക്കുമോ? ഞാൻ നോക്കുന്ന സമയത്തൊന്നും എന്നെ നോക്കില്ല, ഞാൻ നോക്കാത്ത സമയത്ത് എന്നെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ വീണ്ടും ഒന്നും അറിയാത്തതുപോലെ കോലം വരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിദ്ധു പറയുമ്പോൾ ചന്ദ്രിക ഒന്നും പറയാതെ കേട്ട് നിൽക്കുകയാണ്. കാരണം അവിടെ അഭിനയിച്ചതൊക്കെ അവൻ കണ്ടു എന്നുള്ളത് അവൾക്ക് മനസ്സിലായി. അയ്യയ്യോ, ഞാൻ നോക്കിയത് സിദ്ധു സാറ് കണ്ടു എന്നാ തോന്നുന്നത്, ചന്ദ്രിക മനസ്സിൽ ചിന്തിച്ചപ്പോഴേക്കും സിദ്ധാർത്ഥ് പൊട്ടിച്ചിരിക്കുകയാണ്. എന്നാലും ചന്ദ്രിക വിട്ടുകൊടുക്കുന്നില്ല. സാറ് നോക്കാത്തപ്പോൾ ഞാൻ എപ്പോഴാണ് സാറിനെ നോക്കിയത്? നീ എന്നെ നോക്കിയത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അതുപോരെ? ഇല്ല സർ, ഞാൻ സാറിനെ നോക്കിയിട്ടൊന്നുമില്ല, ചന്ദ്രിക അപ്പോഴും വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെയല്ല ചന്ദ്രിക, ഞാൻ നോക്കാത്ത സമയത്ത് നീ എന്നെ നോക്കിയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ മിറർ വഴി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ചന്ദ്രികയ്ക്ക് പിന്നീട് ഒന്നും പറയാൻ പറ്റിയില്ല. അയ്യയ്യോ, ഞാൻ ചെയ്തതൊക്കെ സാർ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? ചന്ദ്രിക മനസ്സിൽ ചിന്തിക്കുകയാണ്. അയ്യോ, സാറിൻ്റെ കെണിയിൽ വീണല്ലോ. അപ്പോൾ സിദ്ധാർത്ഥാണെങ്കിൽ പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ചന്ദ്രിക തലതാഴ്ത്തി നിൽക്കുകയാണ്. ചന്ദ്രിക, ആകെ ഇനി 2 ആഴ്ചയെ കല്യാണത്തിനുള്ളൂ. ആ സമയത്ത് നീ ഇങ്ങനെ ഒളിച്ചൊളിച്ചൊന്നും നോക്കേണ്ട ആവശ്യമില്ല, നിനക്ക് എന്നെ നേരിട്ട് നോക്കാലോ. അപ്പോഴും ചന്ദ്രിക തോറ്റു കൊടുക്കാതെ പറയാണ്. ഞാൻ സാറിനെ നോക്കിയതൊന്നുമല്ല, ഒന്ന് പോ സർ എന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നടക്കുകയാണ്. ചന്ദ്രിക പോവല്ലേ, നിൽക്ക്, സിദ്ധു പറയുന്നുണ്ടെങ്കിലും ചന്ദ്രിക വേഗം അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് നാണം കൊണ്ട്. അതേസമയം സിദ്ധാർത്ഥ് ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് മഹേഷ് ഓട്ടോയിൽ അങ്ങോട്ടേക്ക് വരുന്നത്. അല്ല, ആരിത്, മഹേഷോ? അപ്പോഴേക്കും മഹേഷ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് സിദ്ധുവിൻ്റെ അടുത്തെത്തിയിട്ടുണ്ടായിരുന്നു. എന്താ മഹേഷ്, രാവിലെ തന്നെ ഇന്ന് ഓട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ലേ? ആ, പോണം സർ, അതിനു മുന്നേ സാറിനെ ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് പോവാമെന്ന് കരുതി. ശരി മഹേഷ്, എന്താ കാര്യം പറയൂ സർ എന്ന് പറഞ്ഞിട്ട് കയ്യിലുണ്ടായിരുന്ന ഒരു പൊതി മഹേഷ് സിദ്ധുവിന് കൊടുക്കുവാണ്. ഇതെന്താ മഹേഷ്, സാർ തന്നെ തുറന്നു നോക്ക്. അപ്പോൾ സിദ്ധാർത്ഥ് തുറന്നു നോക്കുവാണ്. സിദ്ധാർത്ഥ് ആ ഒരു കവർ എടുത്ത് നോക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു ജ്വല്ലറിയുടെ ബോക്സാണ്, അതിലൊരു കമ്മലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സിദ്ധു ചോദിക്കുന്നുണ്ട്, ഇതെന്താ മഹേഷ്, ഇത് കമ്മലാണല്ലോ? അതെ സർ, ഈ ഒരു ജോഡി കമ്മൽ ഞാൻ മലറിന് വേണ്ടി വാങ്ങിച്ചതാണ്. മഹേഷ് വളരെ സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത്. അത് കേട്ടപ്പോൾ സിദ്ധു ആണെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു അവസരം മുതലാക്കി മഹേഷ് പറയുന്നുണ്ട്, മലര് ജനിച്ചതിന് ശേഷം ഞാൻ അവൾക്കൊരു സ്വർണം പോലും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ആദ്യമായിട്ട് ഞാൻ അധ്വാനിച്ച് കിട്ടിയ കാശിൽ നിന്നും മലറിന് വേണ്ടിയിട്ട് ഞാനൊരു കമ്മൽ വാങ്ങിച്ചത്. സർ, ഞാനിത് കൊണ്ടുചെന്ന് കൊടുത്തു കഴിഞ്ഞാൽ മലരിത് വാങ്ങിക്കില്ല, ചന്ദ്രികയും ഇത് ഉപയോഗിക്കേണ്ട എന്ന് പറയും. എന്നാൽ സാർ ഇത് കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മലര് വാങ്ങിക്കും, ചന്ദ്രികയാണെങ്കിലും വേണ്ട എന്ന് പറയില്ല. അല്ല മഹേഷ്, നീ ആദ്യമായിട്ടാണ് അധ്വാനിച്ച പണം കൊണ്ട് മലറിന് വേണ്ടിയിട്ട് സ്വർണം വാങ്ങിച്ചത് എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ ഇത് നിൻ്റെ കൈ കൊണ്ട് കൊടുത്താലല്ലേ കുട്ടിക്ക് സന്തോഷമാവുക? വേണ്ട സർ, ഇത് സാർ തന്നെ കൊടുത്താൽ മതി, പക്ഷേ ഞാൻ വാങ്ങിത്തന്നതാണെന്ന് പറയണേ സർ. ശരി മഹേഷ്, ഞാനിത് ചന്ദ്രികയുടെ കൈ കൊടുത്തിട്ട് മലറിന് കൊടുക്കാൻ വേണ്ടി പറയാം. സിദ്ധു അത് സമ്മതിച്ചപ്പോഴും വീണ്ടും മഹേഷ് പറയുന്നുണ്ട്, സർ, എൻ്റെ മേലുള്ള ദേഷ്യം കൊണ്ട് ഒരുപക്ഷെ ചന്ദ്രിക വേണ്ടാന്ന് തന്നെയായിരിക്കും പറയുക, പക്ഷേ സാർ എങ്ങനെയെങ്കിലും പറഞ്ഞിട്ട് ഇതൊന്ന് കൊടുക്കണം സർ. അതൊന്നും ഇല്ല മഹേഷ്, ഞാൻ ചന്ദ്രികയോട് സംസാരിച്ചിട്ട് ഇത് മലറിന് കൊടുക്കാൻ വേണ്ടി പറഞ്ഞോളാം. സിദ്ധു സ്നേഹത്തോടെ തന്നെ മഹേഷിൻ്റെ തോളിൽ തട്ടുവാണ്. മഹേഷും സന്തോഷത്തോടെ ശരിയെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. ഒരുപാട് നന്ദിയുണ്ട് സർ എന്ന് പറഞ്ഞിട്ടാണ് മഹേഷ് അവിടുന്ന് പോകുന്നത്. മഹേഷ് പോകുന്ന സമയത്ത് സിദ്ധു ചിന്തിക്കുന്നുണ്ട്, തൻ്റെ മകൾക്ക് വേണ്ടിയിട്ട്
സ്വർണത്തിൽ കമ്മൽ വരെ ഉണ്ടാക്കി കൊടുക്കാവുന്നിടത്തോളം മഹേഷ് മാറിയിട്ടുണ്ട്. അവൻ അത് വാങ്ങിയിട്ട് അകത്തേക്ക് വരികയാണ്. ആ സമയത്ത് ചന്ദ്രികയും ലക്ഷ്മിയും ജാനകിയൊക്കെ കൂടെ ഓരോരോ ജോലികൾ ചെയ്തിട്ട് അടുത്തടുത്ത് തന്നെയാണുള്ളത്. ഓരോരുത്തരും ഓരോ പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ജാനകി പറയുന്നുണ്ട്, ചന്ദ്രികയുടെ മനസ്സ് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. ഈ കല്യാണം ഒരു കുറ്റവും കുറവും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ നടന്നാൽ മതിയായിരുന്നു. അപ്പോൾ ലക്ഷ്മി പറയാണ്, അവളുടെ ആദ്യത്തെ കല്യാണ ജീവിതം അവൾക്ക് ഒന്നും ജീവിതത്തിൽ സമ്മാനിച്ചില്ല. എന്നാൽ ഈ ഒരു ജീവിതം അവളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട സന്തോഷവും സമാധാനവും സുഖവും എല്ലാം അവൾക്ക് കൊടുക്കട്ടെ. അങ്ങോട്ടേക്ക് സിദ്ധു വന്നിട്ട് പറയുന്നുണ്ട്, കൊള്ളാലോ, ഇതെന്താ രാവിലെ തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ ബജ്ജി, അതുപോലെ തന്നെ പഴത്തിനെ കൊണ്ടുള്ള പലഹാരം, പിന്നെ സവാള വെച്ചിട്ടുള്ള പലഹാരം, എന്തെങ്കിലും വിശേഷമുണ്ടോ? 3 പേരും ഓരോരോ ജോലി ചെയ്യുന്നത് കണ്ടിട്ടാണ് സിദ്ധു ചോദിക്കുന്നത്. വിശേഷമൊന്നുമില്ല സിദ്ധു, ആരതിയും ആകാശും വീട്ടിലേക്ക് വിരുന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ചന്ദ്രികയാണ് പറഞ്ഞത് ഇതൊക്കെ ഉണ്ടാക്കാമെന്ന്. ഓ അങ്ങനെയാണോ? ഇങ്ങനെ വീട്ടിലേക്ക് വിരുന്നു വരുന്നവർക്ക് മാത്രമേ ഇതൊക്കെ കിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത്. സിദ്ധു വേണ്ടാതെ കോപം ഉണ്ടാക്കിക്കൊണ്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക സിദ്ധാർത്ഥനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. വീട്ടിൽ തന്നെ ഉള്ളവർക്ക് ഇങ്ങനെയുള്ള വിരുന്നൊന്നും ആരും തരില്ലല്ലോ. സിദ്ധുവിൻ്റെ അനാവശ്യ പരിഭവം കണ്ടപ്പോൾ ലക്ഷ്മിയും ജാനകിയും പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, ഏയ് അങ്ങനെയൊന്നും ഇല്ല സർ. സാറിന് ഇങ്ങനെയുള്ള എന്തൊക്കെയാ വേണ്ടത് എന്ന് പറ, ഞാൻ ഉണ്ടാക്കി തരാം. ദിവസമോ? സിദ്ധു സംശയത്തോട് ചോദിക്കുകയാണ്. ചന്ദ്രിക, ഇതൊന്നും ദിവസവും എന്നെ കൊണ്ട് കഴിക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ ഞാൻ കഴിച്ചു എന്ന് വെക്ക്, ഞാൻ നിന്നെപ്പോലെ ഗുണ്ടുവായി പോവും. അത് കേട്ടപ്പോൾ ചന്ദ്രിക അതിശയത്തോടെ സിദ്ധുവിനെ നോക്കുവാണ്. സിദ്ധു ചന്ദ്രികയെ കളിയാക്കിയതാണെന്ന് മനസ്സിലായപ്പോൾ തന്നെ ജാനകിയും ലക്ഷ്മിയും പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അതുപോലെ കൂട്ടത്തിൽ സിദ്ധുവും. അപ്പോൾ ചന്ദ്രികയാണെങ്കിൽ എല്ലാവരോടായിട്ട് ചോദിക്കുകയാണ്, ഓ നിങ്ങളെല്ലാവരും ഞാൻ ഗുണ്ടുവാണെന്നാണോ പറഞ്ഞു വരുന്നത്? പിന്നെ അല്ലാതെ നീ മെലിഞ്ഞ് കൊള്ളിയെ പോലെയാണെന്നാണോ നിനക്ക് തോന്നുന്നത്? നോക്കട്ടെ, എന്നെ നോക്കി പറ. സിദ്ധു അവളെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, എന്തിനാണ് അവളെ ഇങ്ങനെ കളിയാക്കുന്നത്? സിദ്ധു, അവള് ശരിയായ ഭംഗിയോടെയും അഴകോടെയാണ് ഉള്ളത്. അത്യാവശ്യം ശരീരത്തിൽ കാണാൻ തടിയൊക്കെ ഉണ്ടെങ്കിലേ പെൺകുട്ടികൾക്ക് ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ വീണ്ടും സിദ്ധാർത്ഥ അമ്മയോട് പറയുന്നുണ്ട്, അമ്മ കുറച്ചൊക്കെ തടിയുണ്ടെങ്കിൽ കാണാൻ ഭംഗി തന്നെയാണ്. പക്ഷെ ഇതുപോലെ ഇരുന്ന് ഗുണ്ടുവായി കഴിഞ്ഞാൽ എങ്ങനെയാ അമ്മ കാണാൻ ഭംഗി ഉണ്ടാവുക? സിദ്ധാർത്ഥ് രണ്ടും കൽപ്പിച്ച് ചന്ദ്രികയെ കളിയാക്കാൻ ഇറങ്ങി തിരിച്ചതാണെന്ന് ലക്ഷ്മിക്കും ജാനകിക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പൊട്ടിച്ചിരിക്കുകയാണ്. ചന്ദ്രിക അതിനനുസരിച്ച് പരിഭവത്തോടെ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഓ ഇപ്പോൾ സാറ് വന്നിട്ട് ഞാൻ നല്ല തടിച്ച് ഗുണ്ടുമല്ലിയാണെന്ന് പറഞ്ഞാണോ വരുന്നത്? അമ്മായി നോക്കമ്മായി, എന്നെ ഗുണ്ടുമുളക് എന്ന് വിളിച്ചിട്ട് കളിയാക്കുവാണ്. നീ എന്താ സിദ്ധു പറയുന്നത്? അവളെന്താ ഗുണ്ടുമുളകിനെ പോലെയാണ് ഉള്ളത്? അവൾ നല്ല തങ്കശില്പം പോലെയാണുള്ളത്. ചന്ദ്രിക അഭിമാനത്തോടു കൂടി അവിടെ ഇരിക്കുകയാണ്. ഇവളെ പോലുള്ളൊരു പെണ്ണിനെ കിട്ടാൻ വേണ്ടി നീ ഭാഗ്യം ചെയ്യണം. ജാനകി തന്നെയാണ് സിദ്ധുവിനോട് പറയുന്നത്. അമ്മ പറയുന്നതൊക്കെ ശരി തന്നെയാണ്. ചന്ദ്രികയെ കിട്ടാൻ വേണ്ടി ഞാൻ ഭാഗ്യം ചെയ്ത ഒരാൾ തന്നെയാണ്. സിദ്ധു വീണ്ടും കളിയാക്കിയതാണെന്ന് തോന്നിയത് കൊണ്ട് ചന്ദ്രിക പറയുന്നുണ്ട്, ഒന്ന് പോ സർ. അപ്പോഴാണ് സിദ്ധാർത്ഥൻ്റെ കയ്യിലുണ്ടായിരുന്ന കവർ ജാനകി കാണുന്നത്. നിന്റെ കയ്യിലെന്താ ഉള്ളത്? അപ്പോൾ സിദ്ധു ഒന്ന് പരിങ്ങിക്കൊണ്ട് പറയുന്നുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. എന്നിട്ട് ചുറ്റിലും നോക്കിക്കൊണ്ട് സിദ്ധു ചോദിക്കുകയാണ്, അല്ല മലരെവിടെ? അവള് മുറിയിൽ ഇരുന്ന് പഠിക്കുകയാണ് സർ. ചന്ദ്രികയാണ് പറയുന്നത്. ചന്ദ്രിക എന്ന് പറഞ്ഞിട്ട് ആ കവർ ചന്ദ്രികയെ ഏൽപ്പിക്കുകയാണ് സിദ്ധു. ഇതെന്താ സർ? നീ തന്നെ തുറന്നു നോക്ക്. അവൾ അത് വാങ്ങി തുറന്നു നോക്കിയ സമയത്ത് അതിനകത്ത് ഒരു ജോഡി കമ്മലാണ്. അത് കണ്ടപ്പോൾ തന്നെ ചന്ദ്രികയുടെ മുഖത്ത് നല്ല സന്തോഷം വന്നിട്ടുണ്ടായിരുന്നു. അത് കാണാനും നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ്. അവൾ കൂടെ സിദ്ധുവിനെ നോക്കുന്നുണ്ട് ചിരിച്ചുകൊണ്ട്. പക്ഷേ സിദ്ധാർത്ഥിൻ്റെ മുഖത്ത് അത്ര വലിയ ചിരിയൊന്നുമില്ല. അപ്പോൾ അത് ചന്ദ്രിക ലക്ഷ്മിക്കും ജാനകിക്കും സന്തോഷത്തോടെ കാണിച്ചു കൊടുക്കുകയാണ്. അവർക്കും അത് കണ്ടപ്പോൾ നല്ല സന്തോഷമായി. എന്താ സർ, സ്വർണം കൊണ്ടുള്ള കമ്മലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്? നന്നായിട്ടുണ്ട്. കുഴപ്പമില്ലല്ലോ. ഇപ്പോഴെങ്കിലും ചന്ദ്രികയ്ക്ക് കമ്മൽ വാങ്ങിച്ചു കൊടുക്കണമെന്ന് നിനക്ക് തോന്നിയല്ലോ, ജാനകിയാണ് പറയുന്നത്. സിദ്ധു അതിന് മറുപടി ഒന്നും പറയാതെ നിൽക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, പക്ഷേ ഈ കമ്മൽ കണ്ടു കഴിഞ്ഞാൽ നല്ല ചെറുതുപോലെയാണല്ലോ തോന്നുന്നത്. ഇതെങ്ങനെ ചന്ദ്രികയ്ക്ക് കൊള്ളും? അല്ല അമ്മായി, ഇത് ചന്ദ്രികയ്ക്ക് വേണ്ടിയല്ല, ഇത് മലറിന് വേണ്ടി വാങ്ങിച്ചതാണ്. സിദ്ധു പറഞ്ഞത് കേട്ടത് ചന്ദ്രികയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നുവാണ്. അതിനേക്കാൾ ഉപരി ലക്ഷ്മിക്കും ജാനകിക്കാണ് സന്തോഷം തോന്നിയത്. മലറിന് വേണ്ടിയിട്ടാണോ? ഞാൻ മലറിനൊരു കമ്മൽ വാങ്ങിക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ സാറ് കറക്റ്റായിട്ട് വാങ്ങിച്ചു. ചന്ദ്രികയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്. പക്ഷേ ഈ കമ്മൽ ഞാൻ വാങ്ങിച്ചതല്ല ചന്ദ്രിക, ഇത് മലറിന് വേണ്ടിയിട്ട് മഹേഷ് വാങ്ങിച്ചതാണ്. സിദ്ധു പറഞ്ഞത് കേട്ടതും ചന്ദ്രികയും ലക്ഷ്മിയും ജാനകിയൊക്കെ ഒരുപോലെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. കാരണം ചന്ദ്രികയ്ക്ക് അത് ഉൾക്കൊള്ളാൻ തന്നെ സാധിക്കുന്ന കാര്യമായിരുന്നില്ല.
എല്ലാവരും ഒരുപോലെ ദേഷ്യത്തിലാണ് അത് കേട്ടത്. അപ്പോഴേക്കും ചന്ദ്രിക ചാടി എഴുന്നേറ്റിട്ട് കമ്മൽ ആ കവറിനുള്ളിൽ തന്നെ വെക്കുകയാണ്. എന്നിട്ട് സിദ്ധുവിനോട് പറയുന്നുണ്ട്, മഹേഷ് എന്തിനാണ് മലറിന് വേണ്ടിയിട്ട് കമ്മൽ വാങ്ങിക്കേണ്ട കാര്യം? മഹേഷ് എന്തെങ്കിലും വാങ്ങി തന്നു കഴിഞ്ഞാൽ അത് കൈനീട്ടി സാറ് വാങ്ങിക്കേണ്ട കാര്യം എന്താ? ചന്ദ്രികയ്ക്ക് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ എത്ര പ്രാവശ്യം സാറിൻ്റെ അടുത്ത് പറഞ്ഞു മഹേഷിനോട് സംസാരിക്കരുത്, അവനെ കാണരുത്, അവനോട് ഇടപഴകരുതെന്ന്. ജാനകിക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം മഹേഷിനോട് ഇപ്പം അവർക്കും വലിയൊരു ദേഷ്യം തന്നെയാണ്, സിദ്ധാർത്ഥിന് എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ ഭയന്നിട്ട്. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, പക്ഷേ ഞാൻ എന്താ ചന്ദ്രിക ചെയ്യുക? ഞാൻ മഹേഷിനോട് അങ്ങോട്ട് പോയി സംസാരിക്കുന്നതല്ല, അവൻ ഇങ്ങോട്ട് വന്നിട്ട് മലറിന് ഇത് കൊടുക്കുമോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് തന്നിട്ട് പോയതാണ്. ഞാനിത് എന്തുകൊണ്ടാണ് വാങ്ങിച്ചത് എന്ന് വെച്ചാൽ അതിനൊരു കാരണമുണ്ട്. അതെന്താണെന്ന് അറിയാൻ വേണ്ടി 3 പേരും സിദ്ധുവിനെ നോക്കുവാണ്. മലര് ജനിച്ചതിന് ശേഷം മഹേഷ് ഒരു സ്വർണത്തിൻ്റെ ഒരു സാധനം പോലും അവൾക്ക് ഇതുവരെ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവൻ ആദ്യമായിട്ട് സ്വയം അധ്വാനിച്ച് കിട്ടിയ പണത്തിൽ നിന്നും അവൻ മലറിനോടുള്ള സ്നേഹം കൊണ്ട് മലറിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ജോഡി കമ്മൽ വാങ്ങിക്കൊണ്ടുവന്നത്. അവൻ്റെ ആ ഒരു മനസ്സറിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു കമ്മൽ വാങ്ങിച്ചത്. സിദ്ധാർത്ഥ അത് പറഞ്ഞതും ചന്ദ്രികയ്ക്ക് വല്ലാത്ത ദേഷ്യം തോന്നുന്നുണ്ട്. കാരണം എത്രയൊക്കെ സിദ്ധാർത്ഥ മഹേഷിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ചന്ദ്രികയ്ക്ക് അവനെ വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം മഹേഷ് തങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ വന്നിരിക്കുന്നത് തന്നെയാണെന്ന് ചന്ദ്രിക ഉറച്ചു വിശ്വസിക്കുകയാണ്. ആ ഒരു ദേഷ്യത്തിലാണ് അവൾ സിദ്ധാർത്ഥിനെ പോലും നോക്കുന്നത്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നതും.